കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ് ഫിഫ വിൻഡോ, എന്താണ് ഫിഫ വിൻഡോയിലുള്ള എന്താണ് മാച്ച്, എന്താണ് ഫ്രണ്ട്ലി മാച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ വേണം. ഈ ധാരണയില്ലാതെ അർജന്റീന തീരുമാനിച്ചു, മെസ്സി തീരുമാനിച്ചു, ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തോണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. ആ ഫിഫ അപ്രൂവൽ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഫിഫ അപ്രൂവലിന് അപേക്ഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് അർജന്റീന ടീമും ഓസ്ട്രേലിയ ടീമും എഗ്രിമെൻറ്റ് വെച്ച് ചെയ്താൽ അവർ ടയർ 1 ഫോം തരും നമുക്ക്. ആ ഫോം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അവർക്ക് കുറേ ക്രൈറ്റീരിയ ചെക്ക് ഉണ്ട്. ആ ക്രൈറ്റീരിയ ചെക്കുകളെല്ലാം ഡോക്യുമെൻ്റ് ആക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ തരും. ആ അപ്രൂവൽ നടക്കും. അങ്ങനെയാണ് നടക്കേണ്ടത്. അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് കുറേ നാളുകളായി മുന്നോട്ട് പോകും. എനിക്കൊന്നും കുറേ നാളായി ഉണ്ടാവും, എന്തായാലും ഒരു 2-3 മാസം. അല്ലല്ല, നമ്മളല്ല, ഞാൻ പറയുന്നത് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അർജന്റീനയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ഫോം സബ്മിറ്റ് ചെയ്യും. അതിന് ഓപ്പോണൻ്റ് ടീമിന് ചോദിക്കും, ഓപ്പോണൻ്റ് സബ്മിറ്റ് ചെയ്യും. അതാണ് ഒരു സിസ്റ്റം. അത് ആ എഗ്രിമെൻറ്റ് വെച്ച സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഓൾറെഡി നമ്മൾ സബ്മിറ്റ്, അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നേ. ഞാൻ പറയുന്നത് ഇത് വളരെ സില്ലി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. വളരെ സില്ലി ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ആര്? കേരളത്തിലെ മാധ്യമങ്ങൾ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുതൽമുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് പറയുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു, അർജന്റീന തീരുമാനിച്ചു, അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ സമയം വരെ ഫിഫേൻ്റെ വാക്ക് കൊണ്ടിട്ടില്ല. ഈ വാക്ക് ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ ട്രാവൽ പ്ലാൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്, എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റേഡിയം ഏതാണെന്നുള്ളത്, ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വഴികൾ കഴിക്കണം, ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് അർജന്റീനയായിട്ട് എഗ്രിമെൻറ്റ് വെക്കുക. വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ്? മെസ്സി തീരുമാനിച്ചു തരില്ല. അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാധ്യമങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? സ്പോർട്സിനെ കുറിച്ച് ധാരണ പറയേണ്ടത് ഫിഫ വിൻഡോയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ള ഒരു കാര്യം ചെയ്യണം. അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് അങ്ങനെ പറ്റുന്നില്ലല്ലോ. എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഒരു ഓതന്റിസിറ്റിയുള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന പ്രോപ്പറായി കളിക്കും. അത് കൊച്ചിയിൽ തന്നെ കളിക്കും. അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ടർ TV ഞാനും ഒരു ഞാനല്ല പ്രഖ്യാപിച്ചത്. AFAന്റെ സൈറ്റിലാണ് പ്രഖ്യാപിച്ചത്. അതിന് ശേഷം ഞാൻ പ്രഖ്യാപിച്ചത്. അല്ല, നിങ്ങൾ ഞാൻ പറയാം ഫിഫ അർജന്റീന ഞാൻ രാവിലെ 7 മണിക്ക് പ്രഖ്യാപിക്കുമ്പോൾ 7 മണിക്ക് രാത്രി 12 മണിക്ക് 1 മണിക്ക് AFA ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. അല്ല, അത് എൻ്റെ തീരുമാനമാണല്ലോ. അതിന് നിങ്ങൾ കൈയെടുത്തണ്ട. ഞാൻ വരുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. അല്ല, ഞാൻ പറയുന്നത് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങൾ എടുക്കണ്ട. ഈ ഇവിടെ ഗോട്ടി കളിക്കല്ല, ഇന്റർനാഷണൽ മാച്ച് കളിക്കാണ്. ആ മാച്ച് കളിക്കാനുള്ള മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീഫോം ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോ തീരുമാനിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഞാനിപ്പോ അടുത്ത വിൻഡോ മാർച്ച് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറഞ്ഞു പറയും അത് AFA അനൗൺസ് ചെയ്തിട്ട് അതാണ് പറയുന്നത്. ആ ടീം നിങ്ങൾക്ക് അറിയണം എന്താ മെസ്സി വരുമല്ലോ എന്നല്ലേ. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യും. എനിക്ക് പറയാനില്ലല്ലോ. രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 11 മണിക്കൂർ ട്രാവൽ അവേഴ്സാണ്. 11 മണിക്കൂർ അങ്കോള ടു ഇന്ത്യ. അപ്പോൾ സാധാരണ ടീമുകൾ ചെയ്യുന്ന പണി എന്താ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലേ ഓവർ സ്പേസ് കണ്ടെത്തും. അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവർ അങ്കോള
റൂളിന്റെ വയലേഷനാണ്, ഫിഫ റൂൾസ് വയലേഷനാണ്, അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFA-നോട് പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ 5 മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 5 മണിക്കൂറുകൊണ്ട് അങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത് 2 ഭൂഖണ്ഡങ്ങളിലാണ്. 2 ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലെ പറ്റും. 5 മണിക്കൂറിനുള്ളിൽ പറ്റും. അത് നമ്മുടെ പ്രശ്നമല്ല, അതാരുടെ പ്രശ്നമാണ്? AFA-ന്റെ പ്രശ്നമാണ്. അത് AFA അതേപടി അംഗീകരിച്ചു. കാരണം അവർക്കത് ഫിഫ റിജക്ട് ചെയ്താൽ ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യൻ സ്റ്റേഡിയം, ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം, അപ്രൂവ്ഡ് സ്റ്റേഡിയം, ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം കുറേ ഉണ്ട്. അപ്രൂവ്ഡ് ഉള്ള സ്റ്റേഡിയം ആയ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ, പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യൻ സ്റ്റേഡിയം ഇല്ല. അപ്പോൾ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം? സ്റ്റേഡിയം അപ്രൂവ്ഡ് സ്റ്റേഡിയം ആക്കി മാറ്റണം. ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിങ് ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷേ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയമാണ് നമ്മുടെ എല്ലാം. പക്ഷേ അത് അപ്രൂവൽ എടുക്കണം. നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്രയാണ് നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടില്ല. ആ അപ്രൂവലിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവരെല്ലാ ക്രൈറ്റീരിയ വെച്ചിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ കിട്ടും. ആ ക്രൈറ്റീരിയ മുഴുവൻ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചകളിലേക്ക് അപ്രൂവൽ കിട്ടും. ആ അപ്രൂവൽ ഞാൻ ശ്രമിച്ചത് എന്താ, ഈ നവംബർ മാസത്തിനുള്ളിൽ തന്നെ ഈ അപ്രൂവൽ എടുത്ത് പോകാന്നുള്ളതാണ്. ഈ 2 ക്രൈറ്റീരിയ കൊണ്ടാണ് ഈ പറയുന്ന നവംബർ വിൻഡോ നമുക്ക് കിട്ടാതെ പോകുന്നത്. ആ നവംബർ കിട്ടാൻ വേണ്ടിയുള്ള കാര്യം ഇനിയും ചെയ്യും. കാരണം നവംബർ വിൻഡോ കിട്ടിയില്ല, അടുത്ത വിൻഡോയിലേക്ക് പോയി. ഈ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിൻഡോ കളി നടത്താൻ വേണ്ടി മാത്രമല്ല, ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ, ഈ അപ്രൂവൽ കിട്ടി റിപ്പോർട്ട് ടീമിന് ഒരു 20 കളികളും കൊണ്ടുവരും ഇന്റർനാഷണൽ കളികൾ. അതിനൊരു ഡൗട്ടും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ സ്റ്റേഡിയം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏത് ഫെഡറേഷനും ഏത് ടീമിനും ഇവിടെ കളി കളിക്കാൻ കഴിയും. കാരണം ആ റാങ്കിങ്ങിലേക്ക് കൊച്ചി സ്റ്റേഡിയം മാറും. അത് കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അർജന്റീന മാത്രം എന്നുള്ള നിലയ്ക്കല്ല, മെസ്സി മാത്രമുള്ള നിലയ്ക്കല്ല, നമ്മൾ ചെയ്യുന്ന എന്താ, ഈ കളികൾ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സബ്മിഷൻ നമ്മൾ എടുക്കും, അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. അടുത്ത വിൻഡോ മാർച്ചിലുണ്ട്. ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഫിഫേൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അവർ AFA-നോട് സംസാരിക്കും, ധാരണയാക്കും, കളി അനൗൺസ് ചെയ്യും. അത്ര തന്നെ കാര്യമുള്ളൂ. അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഏത് കാര്യത്തിനകത്ത്, അപ്രൂവലിൻ്റെ കാര്യത്തിനകത്ത് അപ്രൂവൽ അവർക്കൊരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പാസ്സാക്കി തരണം. അത് തീരാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ. കേരളത്തിൽ മാത്രമല്ല, വേറെ ഒരു സ്റ്റേഡിയത്തിലും ഇല്ല. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് കളി മാറ്റണമെങ്കിൽ നമുക്ക് 25 ദിവസം മുന്നേ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം നിങ്ങൾ ശ്രമം കാണില്ല എന്നേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട്, സർക്കാർ കാണുന്നുണ്ട്. അതെടുക്കുന്നത്, അത് മനസ്സിലാക്കാതെ വരില്ല എന്ന് പറയാൻ വളരെ ഈസിയാണ്. സ്റ്റേഡിയം കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇൻ്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഉയർത്തും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട. അത് എത്രയും പെട്ടെന്ന്. അതെ, നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഫ റാങ്കിങ്ങിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാവും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെയുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? സ്ട്രെങ്തനിങ്. നമ്മൾ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. ഇത് 25 വർഷം പഴക്കമുള്ള സ്റ്റേഡിയമാണ്. പുതിയ റാങ്കിങ്ങിലേക്ക് ഉയർത്തണമെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തനിങ് നടത്തണം. നമ്മുടെ ഫെഡ്ലൈറ്റ്സ് എത്രയാണ്? ഫുൾ ലെവലിലേക്ക് ഉയർത്തണം. കാരണം എത്ര? 10-12 കോടി രൂപ സ്പെൻഡ് ചെയ്ത് വേണം ഫെഡ്ലൈറ്റ്സ് എത്താൻ വേണ്ടി. കാരണം ഫിഫയ്ക്ക് അതിന് ഓരോ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയിലേക്ക് ഉയർത്തണം. അടുത്തെന്ന് പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി നമ്പർ ഇടാൻ പറ്റണം. എത്ര നമ്പർ ഉണ്ട് സീറ്റിംഗിൽ? നമുക്ക് തോന്നുന്ന പോലെ ആളെ കയറ്റാൻ കഴിയില്ല. എത്ര നമ്പറുള്ള സീറ്റിംഗ് ആയിരിക്കണം? അതൊക്കെ ഇവാക്യുവേഷൻ പ്ലാൻ, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം. ഫയർ, അതുപോലെ തന്നെ എല്ലാ പാർക്കിങ്, കോമ്പൗണ്ട് വാൾ, 3 ലെയർ സെക്യൂരിറ്റി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഉണ്ടാവുള്ളൂ. ആ സ്റ്റേഡിയം ഉണ്ടാക്കണം. എനിക്കിപ്പോൾ കരാർ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. എന്നെ സ്റ്റേഡിയം ഏൽപ്പിച്ചത് ഫിഫ വിൻഡോയിൽ നവംബറിലെ മാച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. GCD അല്ല, SKF ആണ്, കേരള സ്പോർട്സ് കൗൺസിൽ. GCDയെ SKFന് ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു സ്റ്റേഡിയം. SKF ആണ് നമുക്ക് ഈ മാച്ച് നടത്താനുള്ള പെർമിഷൻ തന്നിരിക്കുന്നത്. SKF ആണ് ഈ മാച്ച് കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഏജൻസി. ആ ഏജൻസിയാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. ഞാൻ തന്നെയാണ്. അതെ. അതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ധാരണയില്ല എന്ന് പറയട്ടെ? തിരക്കൂട്ട്. നിങ്ങൾക്ക് ധാരണയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂടാവുന്നതിനാ? ധാരണയില്ല അതന്നെ. കാരണം ഫിഫ അല്ല അതാണ് പറയുന്നത്. നിങ്ങൾക്ക് അല്ല, ഒരു മിനിറ്റ്.
തീയതി തീരുമാനിക്കുന്ന അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ, ഫിഫ വിൻഡോയിലുള്ള സ്റ്റേഡിയത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ടയർ 1 ഫോം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എഴുതി കൊടുക്കും. കൊടുത്തതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കും ഇന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ആ കാര്യം പൂർത്തീകരിച്ച് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ആ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയ്ക്കുള്ളിൽ കിട്ടിയേനെ 1-2 ദിവസം താമസമേ ഉള്ളൂ. പക്ഷേ 20 ദിവസത്തിനുള്ളിൽ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, നമുക്കുണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ 2 AFCൻ്റെ ഒരു മീറ്റിങ്ങും ഫുട്ബോൾ ഫെഡറേഷൻ്റെ അമേരിക്കയിൽ 2 മീറ്റിങ്ങും പോയി. അത് 3 മീറ്റിംഗ് ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചിട്ടില്ല. അതിൽ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്ത ആളാണ്. ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചില്ല. ഒരു മിനിറ്റ്, ആ ഫിഫയ്ക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൽ പാസ്സായി കിട്ടിയേനെ. ഞാൻ അടുത്ത ആഴ്ച ഈ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടുമെന്ന് പറയുന്ന ആളാണ്. ഈ വർക്ക് തീർത്തിയാൽ അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്. അല്ലെങ്കിൽ ഈ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാം എന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. ആ വിൻഡോ നവംബറിൽ അനുവദിച്ചു. ആ വിൻഡോ എന്ത് ചെയ്തു, നവംബറിൽ ഈ കാര്യങ്ങൾ കൊണ്ട് 2 കാര്യങ്ങൾ, ഒന്ന് ട്രാവൽ പ്ലാനിൻ്റെ കാര്യത്തിൻ്റെ അകത്തും ഒന്ന് ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിനകത്ത്, ഈ 2 കാര്യത്തിൻ്റെ അകത്തുള്ള അനുമതി അടുത്ത ആഴ്ച കിട്ടും. കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വിൻഡോയിൽ കളിക്കാൻ പറ്റും. അത്രയും കാര്യമുള്ളൂ. അല്ല, നിങ്ങൾക്ക് അതിനകത്ത് ഒരു യോഗ്യതയില്ല. എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ ഈ ഒരു മിനിറ്റ് പറയുന്നതിന് മുന്നേ തുടങ്ങുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ തുടങ്ങല്ലേ. ഞാൻ എന്താ പറയുന്നത്, എന്താ പറയണ്ടേ? അല്ല, യോഗ്യതയല്ല ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടറിയോ, ഒരു സംസ്ഥാനത്ത് ഒരു ഇന്ത്യ പറയുന്ന രാജ്യത്ത് ഇതുവരെ ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടില്ല. ആ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ എഫേർട്ട് എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. അതേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഡേ 1 തുടങ്ങി പറയുന്ന കാര്യം അതാണ്. നിങ്ങൾ ഇന്നും പറയുന്ന ഒരു കാര്യം, ഒരു മിനിറ്റ്, ഇന്നും പറയുന്ന ഒരു കാര്യം എന്താണ്? ഇന്നും പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിന് ഈ സ്റ്റേഡിയം യോഗ്യമല്ല. നമുക്ക് അങ്ങനെ ഒരു സ്റ്റേഡിയം വേണ്ടേ? നിങ്ങൾ തന്നെ പറ. നമുക്ക് ഇന്ത്യയിൽ ഇനി ഇൻ്റർനാഷണൽ മാച്ച് നടത്തണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ആരും എഫേർട്ട് എടുക്കേണ്ടതെന്നാണോ? ഒരു മിനിറ്റ്, ഈ 500-600 കോടി രൂപ ആരും സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണോ? ഞാൻ എന്താണ് ചെയ്തത്? ഞാനൊരു വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. ആ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഓട് വിചാരിച്ചിട്ടല്ല. എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് നടത്തുക, അത് നല്ല രീതിയിൽ കൊണ്ടുവരിക, അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക. എന്നിട്ട് അടുത്ത ഭാവിയിലുള്ള കുട്ടികൾക്ക് ഇത് ഗുണം ചെയ്യണം. കേരളത്തിൽ ഇങ്ങനെ ഇന്ത്യയിൽ 135 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഇതുവരെ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാച്ച് നടത്തിയിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ഇവൻറ്റ് അത് നടത്തിയിട്ടില്ല എന്ന് പറയാൻ നമുക്കാണ് മോശം. ആ മോശം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിന് ഞാൻ പിന്മാറാൻ പോകുന്നില്ല. എത്ര ദിവസം എടുത്താലും, എന്ത് എഫേർട്ട് എടുക്കുന്നത്. ഞാൻ അതിന് ശേഷം എത്ര രാജ്യങ്ങളുടെ പ്രസിഡന്റിനെ കണ്ടു നിങ്ങൾക്കറിയോ? ഞാൻ ബഹ്റൈനിൽ പോയി, അവിടുത്തെ പ്രസിഡന്റ്, ഓരോ ഫെഡറേഷൻ്റെ പ്രസിഡന്റുമാരെ കണ്ടു, ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരെ കണ്ടു. ആ ഫെഡറേഷന്മാരെ കണ്ടിട്ട് മുഴുവൻ അവരുടെ അപ്രൂവൽ എടുത്തിട്ടാണ് ഈ പറയുന്ന സാധനം. AFC എന്ന് പറയുന്ന ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അപ്രൂവൽ എടുത്തു. ഇതൊന്നും ചെറിയ കാര്യമായിട്ടല്ല. നിങ്ങൾ ചോദിച്ചോളൂ. അതെ, 130 അല്ല, ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ പണം തിരിച്ചു തരും. അവരെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആ പണം തിരിച്ചു തരണ്ട. എനിക്കെന്താ വേണ്ടത്? അടുത്ത വിൻഡോയിൽ കളി തന്നാൽ മതി. അതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത വിൻഡോയിൽ കളി, എനിക്ക് പൈസ മേടിച്ചിട്ടാ. എനിക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കുറച്ച് ഒരു ദിവസം വാർത്തയാക്കും, അതിക്കുള്ളൊന്നും സംഭവിക്കാനില്ലല്ലോ. അതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റാണ്. ചോദിച്ചു നോക്കാതെ, കല്യാൺ ചോപ്പയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കത്ത് കൊടുത്ത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ബന്ധപ്പെടുന്നുണ്ടല്ലോ ഇപ്പോൾ. നിങ്ങൾ ചോദിച്ചു, കല്യാൺ ചോപ്പനെ വിളിച്ചു നോക്ക്. അംഗമാകട്ടെ, അതാണ് നിങ്ങൾക്ക് ധാരണയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു നോക്ക് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറയുന്നത് അംഗമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അംഗമാണോ അല്ലയോ എന്ന്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയിൽ അംഗമാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയിൽ മാച്ചിലാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ എത്താമത്തെ റാങ്കിലാണ് ഇന്ത്യ ഉള്ളതെന്ന്. അപ്രൂവൽ കിട്ടിയതാണ്. നമുക്ക് 45,000 അല്ല, 50,000 സീറ്റിംഗ് കപ്പാസിറ്റി അപ്രൂവൽ കിട്ടി. PWD അപ്രൂവൽ കിട്ടി. ഫയറിൻ്റെ അപ്രൂവൽ കിട്ടി. ഇനിയിപ്പോൾ എന്താ, എനിക്ക് 1-2 ചെറിയ അപ്രൂവൽസ് മാത്രമേ ഉള്ളൂ. കാരണം കോമ്പൗണ്ട് വാളിൻ്റെയും ഫെഡലൈറ്റ്സിൻ്റെയും വർക്കിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടാനുള്ളത്. കാരണം അതിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ല, നമ്മൾ ഓൾറെഡി സമീപിക്കുന്നുണ്ട്. നമുക്കിനി എന്താ, ഈ കുറച്ച് ഡോക്യുമെൻറ്റോട് സബ്മിറ്റ് ചെയ്ത് അവസാനിച്ചു. അതിനേക്കാൾ അപ്പുറം ഇല്ല. അതെവിടെ, അതാരാ പറഞ്ഞേ? ആ റൂളെന്ന് പറഞ്ഞു. ആ റൂളെന്ന് കാണിച്ചത് അല്ല, ആ റൂളെന്ന് കാണിക്കേ. ആ റൂളെന്ന് കാണിച്ചേ. ആ ഫിഫേൻ്റെ 3 മാസം വേണമെന്നുള്ള റൂളെന്ന് കാണിച്ചിട്ട്. അതാ 20 ദിവസത്താണ് റൂള്. ആ 20 ദിവസത്തെ റൂള്. ഏത്
ഞാൻ കൊടുത്തിരുന്നത് 3 മാസമായി 4 മാസമായി. ആ ഇപ്പം അല്ലേ നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസ്രാക്കുള്ളി ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. അല്ല, നിങ്ങൾ പറയേണ്ടത് എന്താ അറിയോ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്, ഫിഫ റാങ്കിങ്ങിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മതി. ഫിഫ റാങ്കിങ്ങിലുള്ള ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ മതി. ആ ഡോക്യുമെൻ്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാല്ല. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിഫയ്ക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ആ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, അവർ അപ്രൂവൽ തരണം. അപ്രൂവൽ തരിക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസത്തെ കേസേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം. അവരൊരു ബോഡി കൂടിയിട്ട് അതിന് അപ്രൂവൽ തരും. ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയത്തിനകത്ത് കൊടുക്കുമ്പോൾ അതിന് അപ്രൂവൽ കിട്ടും. ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും, AFAനോട് പറയും, ഇതാ ഫിഫേൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, ഈ വിൻഡോ നവംബർ വിൻഡോ മാർച്ചിലെ വിൻഡോ നമുക്ക് ഓക്കെയാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത വിൻഡോ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. വിൻഡോ അലോക്കേറ്റ് ചെയ്ത് ഇങ്ങനെ വിൻഡോ അലോക്കേറ്റ് ചെയ്തിട്ടാണ് ആ വിൻഡോ നമ്മൾ നവംബർ ആർക്ക് കൊടുത്തത്, AFAക്ക് കൊടുത്തത്. എന്നിട്ടാണ് അവർ അനൗൺസ് ചെയ്തത്. സെയിം പ്രൊസീജിയറാണ്. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ആർക്ക് കൊടുക്കും, AFAക്ക് കൊടുക്കും. അപ്പോൾ AFA അനൗൺസ് ചെയ്താൽ മാർച്ചിലെ വിൻഡോയ്ക്ക് എടുക്കാം. ഒരു പുതിയ എഗ്രിമെൻറ്റ് കൂടെ വെക്കേണ്ടി വരും ചിലപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ മതിയായിരിക്കും, കാരണം എനിക്ക് അറിയില്ല, നോക്കണം. അപ്പോൾ ആ എഗ്രിമെൻറ്റ് വെച്ച് അപ്ലിക്കേഷൻ കൊണ്ട് അവർ അനൗൺസ് ചെയ്യും. അത് ചിലപ്പോൾ ഈ ആഴ്ച തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നമ്മുടെ കളി നടക്കില്ല എന്ന് പറയുന്നൊരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ കാരണം, കളി നടക്കും. ഒറ്റ കാര്യമുള്ളൂ, എന്താണ്, ഈ 2 അപ്രൂവൽ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. ആ അപ്രൂവൽ 2 എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് അതാണ് ഞാൻ പറയുന്നത്. അണ്ടർ-17 മാച്ചിനെ ഒരിക്കലും എന്തായി കാണുന്നില്ല, ഒരു ഫിഫ ഇൻ്റർനാഷണൽ മാച്ച് വിൻഡോ ആയിട്ട് കാണുന്നേ ഇല്ല. അതിനൊരെന്താണ്, അത് അപ്കമിങ് കൺട്രികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളികളാണ്. അത് അവിടേക്ക് ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയത്തിൽ എല്ലായിടത്തും കളിക്കാൻ പറ്റും. ഫിഫ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അണ്ടർ-17 ഇവിടെ കളിച്ചത്. കാരണം ഇവിടുത്തെ സർക്കാർ ഇതൊന്നും അറിയില്ലാഞ്ഞിട്ടല്ലോ. അവിടുത്തെ കാര്യങ്ങൾ അവരെടുക്കുന്നുണ്ട്, അവർ ആ കാര്യങ്ങൾ വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അവരത് അപ്രൂവൽ എടുത്തോളും. ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്, ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. എന്താണ്, മാർച്ചിൽ ഇത് നവംബറിലുള്ള കളി 2 മാസം കൂടെ, അത്രയും നല്ലതാണെന്നേ ഞാൻ പറയുന്നത്. അത്രയും നല്ലതാണ്. ഈ മാർച്ചിലേക്ക് കളി പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആ അത്രയും നല്ലതാണെന്ന് തന്നെയാണ്. ഏത് അല്ല നിങ്ങൾക്ക് ഞാൻ എന്താ ചോദിക്കുന്നത് അറിയോ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് ഞാൻ തീരുമാനിച്ചോളൂ. നവംബറിൽ വേണോ മാർച്ചിൽ വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളൂ. ഇനി നവംബറിൽ മാച്ച് വേണ്ട, മീഡിയ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു മീഡിയ സേവനം നടത്തുന്ന ആളാണല്ലോ. നിങ്ങളെന്താ മീഡിയനെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് അർജൻറ്റീന ഓസ്ട്രേലിയ ഫിഫ അനുമതിയോട് നടത്തണമെന്നാണ് പറയുന്നത്. നിങ്ങളിതിനെ മെസ്സിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ മെസ്സി വരില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മെസ്സി വരുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആ അർജൻറ്റീന ടീമിനൊപ്പം വരണം. ആ മെസ്സിനെ മാത്രം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മെസ്സിനോട് മാത്രം ചർച്ച ചെയ്താൽ പോരെ. എനിക്ക് ഈ പകുതി കഷ്ടപ്പാടില്ല, ഇതിന് പകുതി പണം മുടക്കില്ല. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ പറയാം, ബോബി ചെമ്മണ്ട് ഒരു മർഡോണയെ കൊണ്ടുവന്നു, ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് അദ്ദേഹത്തിന് മാത്രം ഗുണമുള്ളൊരു കാര്യമാണ്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, മെസ്സിനെ മാത്രം കൊണ്ടുവന്ന് എനിക്ക് പേരെടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഒരു റോഡ് ഷോ നടത്തി പോകുക എന്നുള്ള അർത്ഥത്തിലല്ല. ഈ കേരളത്തിൽ ഈ പറയുന്ന ടീമിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. ഈ കളികൾ നടന്നാൽ മാത്രമേ കേരളത്തിന് ഉപകാരം ഉണ്ടാവുള്ളൂ, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ, ഭാവിയിലെ കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരാനാണെങ്കിൽ എനിക്ക് ഇപ്പോഴും നടക്കുന്നത്. നിങ്ങൾക്കതില്ലാന്ന് പറയണ്ട. കാരണം AFAയിൽ പൈസയുണ്ട്, അവരോട് ഡിസ്കസ് ചെയ്ത് ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഡിസംബറിൽ അവർ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ എനിക്ക് കേരള വിസിറ്റും കൂടെ മേടിച്ചാൽ മതി. അതെനിക്ക് പറ്റില്ല എന്നിട്ടല്ല ഞാൻ പറയുന്നത്. എന്താ, ഭാവിയിലൂടെ ഇൻ്റർനാഷണൽ മാച്ച് നടത്താൻ കഴിയണം നമുക്ക്. അത് ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തണം. അതെന്താ മനസ്സിലാക്കാത്തത്? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മെസ്സി വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സിനോട് മാത്രമല്ല സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് തീരുമാനം എടുക്കട്ടെ. തീരുമാനത്തിൽ ഞാൻ തന്നെ പറയുന്നേ, ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയും, അല്ല ഞാൻ പറയുന്നത്, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്തായാലും കേരളത്തിൽ കളിക്കും. ഒരു ഡൗട്ടും ആ കാര്യത്തിനകത്തില്ല. അല്ലെങ്കിൽ ഞാൻ അവരുടെ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണം. അവർക്ക് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് അവർ ആ ക്യാൻസൽ ചെയ്യേണ്ട കാര്യം, അവരുടെ കയ്യിൽ കിട്ടിയ പൈസ കളയേണ്ട കാര്യമില്ല. അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ എന്താണ് ഞാൻ പറയുന്നത്, ഇനി അർജൻറ്റീന മാത്രമല്ല ഞാൻ പറയുക, ഈ വിൻഡോ നമുക്ക് സ്റ്റേഡിയം അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടീമുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അപ്രൂവൽ എടുക്കാം, എല്ലാ കളികളെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആ ലെവലിൽ തന്നെ നോക്കാം, കുഴപ്പമൊന്നുമില്ല.
തങ്ങൾ തട്ടുകൊടുക്കുന്നത് ചില റിപ്പോർട്ടുകൾ വരുന്നു. അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ മാർച്ചിലാണ് ഈ വരുന്നതെങ്കിൽ അതുവരെ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള മറ്റ് മത്സരങ്ങൾ, മറ്റ് കായിക മത്സരങ്ങൾക്കൊക്കെ തടസ്സമാവും. അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ. അതൊക്കെ കളിക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ട സർക്കാരാണ്. എന്ത് നടന്നാലും ഈ വർക്ക് നിർത്തിവെക്കാൻ പോകുന്നില്ല. ഏത് ഒറ്റ കാര്യം കൊണ്ടുള്ളൂ, ഇന്റർനാഷണൽ മത്സരം വേണമെന്ന് സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ ഈ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. അതെ അതെ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഈ കടകൾ 29-ാം തീയതി തുടങ്ങിയിട്ട് 15 ദിവസം അടയ്ക്കണം, 25 ദിവസം അടയ്ക്കണം, അങ്ങനെ അടയ്ക്കണമെന്ന് തീരുമാനം നിങ്ങളുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. കാരണം ആരും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സമയമുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തുകൂടെ? അല്ലല്ല ഞാൻ പറഞ്ഞു 10 അങ്ങനെയല്ല, 29-ാം തീയതി തുടങ്ങിയിട്ട് കടകൾ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നമുക്ക് സമയമുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ വൃത്തിയായിട്ട് തീർക്കാൻ പറ്റുമല്ലോ, അതിന് തീർത്താൽ മതി. അത് ഞാനല്ല തീരുമാനിക്കുക, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. എനിക്കും തീരുമാനിക്കും. ഞാൻ അങ്ങനെ കത്ത് കൊടുത്തിട്ടില്ല. ഓസ്ട്രേലിയ അല്ല ഞാൻ പറയുന്നത്, അർജന്റീന ടീം ഫസ്റ്റ് പൊസിഷനിലെ ടീമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കൊരു മാച്ച് മിസ്സാകുക എന്ന് പറഞ്ഞാൽ വലിയ ലോസ് ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പം തന്നെ അവർക്ക് 20 ദിവസം ഞാൻ അവർ നമ്മളോട് സഹകരിക്കുന്നുകൊണ്ടാണ് അവർക്ക് മാച്ച് മിസ്സാവാതെ പോകാൻ കഴിയുന്നത്. മനസ്സിലായോ? ഞാനിപ്പോൾ സ്റ്റക്ക് ഓൺ പിടിക്കുകയാണ്, എനിക്കിതാ നിങ്ങളിവിടെ വന്നോണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയും, പക്ഷേ മാച്ച് കളിക്കാൻ കഴിയില്ല. അവരെന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ വേണേൽ ഇന്ത്യയിലേക്ക് വരാം, ഞങ്ങൾ പക്ഷേ എന്താണ് നിങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുക്കാം, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ ശരിയാവുമോ? അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ? ഇപ്പം ഇന്നലത്തെ മീറ്റിങ്ങിൽ വരെ അവർ മുന്നോട്ട് വെച്ച സജഷൻ അതാണ്, ഞങ്ങൾക്ക് ഇത്ര ദൂരം ഒന്നിച്ച് ട്രാവൽ ചെയ്യാൻ കഴിയില്ല ഈ വിൻഡോയിൽ, ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം ഒഫീഷ്യൽ വിസിറ്റായിട്ട് ഇന്ത്യയിൽ വരാം, ഞങ്ങൾ വേണമെങ്കിൽ പത്രസമ്മേളനം നടത്താം, ഞങ്ങൾ റോഡ് ഷോ നടത്താം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ കളിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ല, ഇത് വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്, നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് എനിക്ക് ഇവരെ കൊണ്ട് തലയൂരിയാൽ പോരെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. 19-ാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വിൻഡോ കഴിഞ്ഞാലേ വരാൻ പറ്റും. വിൻഡോയ്ക്ക് ഞാനൊരു കാര്യം പറയാം, അതാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. ഒരു വിൻഡോയ്ക്ക് പുറത്തുള്ള സമയങ്ങളിലെല്ലാം കളിക്കാർ ആരുടെ ഭാഗമായിരിക്കും? ക്ലബിൻ്റെ ഭാഗമായിരിക്കും. വിൻഡോയിൽ മാത്രമേ കളിക്കാർ നാഷണൽ ടീമിൻ്റെ ഭാഗമാവുള്ളൂ. അപ്പോൾ നാഷണൽ ടീമിൻ്റെ ഭാഗമാവുന്ന സമയത്ത് എന്ത് ട്രാവൽ നടത്തിയാലും എങ്ങനെ ട്രാവൽ നടത്തിയാലും അത് നിശ്ചയിക്കുന്നത് ഫിഫയാണ്, ഫിഫേൻ്റെ അപ്രൂവൽ വേണം. അപ്പോൾ 19-ാം തീയതി 18-ാം തീയതി വിൻഡോ തീരും. 19-ാം തീയതിക്ക് ശേഷം നിങ്ങൾ പറയുന്ന ഒരു 10 കളിക്കാരും പ്രസിഡൻറ്റും കോച്ചും വേണമെങ്കിൽ കേരളത്തിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഞാനിവിടെ വന്ന് റോഡ് ഷോ നടത്തി സർക്കാരിന് കുറച്ച് ഗുണമുണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാവരും മുന്നിൽ നമ്മൾ വലിയ ആളാവും. പക്ഷെ അങ്ങനെ ആളാവാൻ വേണ്ടിയിട്ടല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നതേ. ഇതും കൊണ്ട് എല്ലാ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കേരളത്തിൽ അവരെ കൊണ്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പൈസ മുടക്കി തിരിച്ചു കിട്ടുമോ? ഞാൻ തിരിച്ചിട്ടില്ലേ പോട്ടെ നോക്കാം, പക്ഷേ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മെസ്സിനെ കൊണ്ടുവരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വൃത്തിയോടും നീറ്റായിട്ടും ഈ കാര്യം ഒരു പണിക്ക് ഇറങ്ങി തിരിച്ചിട്ട് വൃത്തിയായിട്ട് തീർക്കാൻ കഴിയാതിരുന്നാൽ അതിൽ ബുദ്ധിമുട്ട് എന്താ? അത് വൃത്തിയായി തീർക്കാൻ കഴിയുമെന്ന് നോക്കുക. ഞാൻ പറയുന്നത്, ഞാൻ എടുത്ത റിസ്ക്കും ഞാൻ എടുത്ത എഫേർട്ടും ഇന്ത്യയിൽ ഒരാളും എടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു സർക്കാർ പോലും എടുത്തിട്ടില്ല. സർക്കാർ എടുത്താൽ ഇന്ത്യയിലെ ഈ പറയുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളൊക്കെ ഇതുപോലെ ഉയർന്ന ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടന്നേനെ. കാരണം എനിക്ക് തോന്നുന്നു 2011 ബംഗാളിലെങ്ങാണ്ട് ഒരു മാച്ചാണ് നടന്നിട്ടുള്ളത്. അന്ന് 22 റൂളില്ല. 2022 റൂളാണ്, സ്റ്റേഡിയം റൂൾ കൊണ്ടുവന്നത് 22-ലാണ്. അന്ന് ഈ റൂളില്ല, സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കാൻ കഴിയുമായിരുന്നു. അതിന് ശേഷം ഈ 16 വർഷമായിട്ട് ഒരാൾ ഒരു കളി നടന്നിട്ടില്ല ഒരു സ്ഥലത്തും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ അതിന് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. അതിന് പകരം മെസ്സിനെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കഴിയും മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടി. അതൊരു വാശിയായിട്ട് എടുത്താൽ എനിക്ക് ഇപ്പോഴും കഴിയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ മാച്ചിൻ്റെ സമയത്ത് ഫിഫ സ്റ്റാൻഡേർഡ് റൂൾ ഇല്ലയെന്ന് 2022-ലാണ് ഉള്ളത്. 2022-ലാണ് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വെറുതെ ഗൂഗിളിൽ കയറി ടയർ 1 ഫോമിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അത് അവർക്ക് AFക്ക് സംസാരിക്കാൻ പറ്റും. AFൻ്റെ ടീമിലെ അംഗങ്ങളാണല്ലോ. അതിപ്പോൾ അവർക്ക് പൈസ കിട്ടിയാൽ മതി, അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിയിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും വരിക. മനസ്സിലായി? ഇൻഡിവിജ്വലി വരുന്ന അങ്ങനെയായിരിക്കും. ഏതാവും മെസ്സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. അപ്പോൾ 4, 5, 6 പ്രധാനപ്പെട്ട 10 പേരെ കൊണ്ട് നമുക്ക് 10 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. 10 പേരെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും.
അല്ല ഞങ്ങളും അർജൻറ്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു, നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റായി പോയി. ഒരാഴ്ച ലേറ്റ് ആകുമ്പം സാധാരണ രീതിയിൽ ആ രാജ്യം ആ ഫിഫയൊക്കെ ചോദിക്കുന്നത് എന്തറിയോ, എന്തിനാണ് സാർ നിങ്ങൾ ഇത്ര തിരക്ക് കൂട്ടുന്നത്? 26 ജൂണിലല്ലേ പിന്നെ ലോകകപ്പ്, ജൂണിൽ ജൂലൈയിൽ ലോകകപ്പ് ഉള്ളൂ, അതിന് മുന്നേ വിൻഡോ ഉണ്ടല്ലോ, നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു. മര്യാദയ്ക്കോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ഥലത്ത് മാത്രം ഇതിനെ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറയും ഇതേ നിങ്ങളൊന്ന് അങ്കോളയിൽ നോക്കൂ, അവരൊക്കെ എങ്ങനെയാണ് ഈ കളീനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്ന്. മറ്റുള്ള രാജ്യങ്ങൾ നോക്കൂ, ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കുന്ന സമയം ഇപ്പം മാർച്ചിൽ നടക്കുന്ന ഖത്തറിലെ കളി വരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് അവരെ. അതാ നമ്മുടെ രാജ്യത്തെ ആൾക്കാർ, നമ്മുടെ മാധ്യമങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഈ വരും എന്നുള്ള നിലയിലേക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ മാധ്യമങ്ങൾ ഒന്നും കണ്ടില്ലല്ലോ. വരില്ല എന്ന് പറയുമ്പോൾ മാത്രം മാധ്യമങ്ങൾ വന്നിട്ട് ഇത് പൊലിപ്പിക്കുന്ന കാണുന്നുണ്ട്. വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര പത്രസമ്മേളനം നടത്തി, എത്ര പേര് വന്നു ആ രീതിയിൽ, എത്ര പേര് വാർത്ത കൊടുത്തു? പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൊടുത്തില്ല. വരില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളെല്ലാവരും വന്നു, അത് വാർത്തയാക്കി, അത് ട്രോളാക്കി, അത് പിന്നെ കുറേ പരിപാടികൾ ഉൾപ്പെടുത്തി. അതെ, അത് ഞാൻ തെറ്റിയാൽ നോക്കിയാൽ പോരെ. എന്നോട് സഹകരിക്കുന്ന ആൾക്കാരോട് അന്നത്തെ സിറ്റുവേഷൻ വേറെയാണ്. അന്നത്തെ സിറ്റുവേഷൻ എന്താണ്? അന്നത്തെ സിറ്റുവേഷൻ എനിക്ക് പുതിയ എഗ്രിമെൻറ്റ് തരുമോ എന്നുള്ള പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നു. അവർ പുതുക്കി തന്നു എഗ്രിമെൻറ്റ്, പിന്നെ ഞാൻ അവരോട് സഹകരിച്ചാൽ പോരെ. അന്നത്തെ സിറ്റുവേഷൻ വരുമോ വരില്ലയോ എന്നുള്ള പ്രശ്നം നിൽക്കുന്ന സമയത്താണ് ഞാനത് പറയുന്നത്. അതിനുശേഷം അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. അവർ ഇൻ്റർനാഷണൽ മാനേജറെ ഇങ്ങോട്ട് അയച്ചു, ഈ സംവിധാനങ്ങൾ മുഴുവൻ കണ്ടു, അവരെല്ലാത്തും സാറ്റിസ്ഫൈഡ് ആയി തിരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഞാൻ എന്നോട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ടീമിനോട് ഞാൻ അങ്ങനെ സഹകരിച്ചാൽ മതിയല്ലോ. ഇനി അവരങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അന്നേരം ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ അതിന് ആലോചിക്കേണ്ട കാര്യമില്ല. അല്ല, അതിന് അക്രഡിറ്റേഷൻ ഏജൻസികളുണ്ട്. ഇപ്പോൾ സിംഗപ്പൂരും മലേഷ്യയൊക്കെ ഫിഫ കൊടുത്ത ഏജൻസി ഉണ്ട്. അവരാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർക്ക് അപ്രൂവൽ കൊടുക്കുക. അത് അവർ കൊടുക്കുന്ന അപ്രൂവൽ എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം സാധാരണ അപ്രൂവ് ചെയ്യാറുണ്ട്. ഇനി അവർക്ക് അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ വന്ന് നോക്കേണ്ട കാര്യമുള്ളൂ. അവർ വന്നു, ഒരു കഴിഞ്ഞ് പോയതാണ്. ഞാൻ ഈ പറയുന്ന മുഴുവൻ പ്ലാനും സ്കെച്ചും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻറ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്നേ. നിങ്ങൾ പറയുന്ന പോലെയല്ലോ, നമുക്കൊരു സ്റ്റേഡിയം ഉണ്ടാക്കാം ഫിഫ സ്റ്റാൻഡേർഡിൽ. SST സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് പണമാണ്. അത് ആ രീതിയിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് തന്നെ 10,000 ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 12,000 ആൾക്കാർ സാമാന്യം ഇതിങ്ങനെ ഒരു എഫേർട്ട് ഇത് നടക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുമോ? ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒന്നല്ല, ഇത് ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഇത് അണ്ടർ 17 കളിച്ച സ്റ്റേഡിയമാണ്. നമുക്കതൊക്കെ ഗുണമാണ്. ഒരു മിനിറ്റ്, നമുക്ക് അണ്ടർ 17 കളിച്ചതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗുണമാണ്, ഒരു റാങ്കിങ്ങിലേക്ക് കൊടുക്കാൻ വേണ്ടി ഗുണമാണ്. ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, ഇത് ഫുട്ബോൾ സ്റ്റേഡിയം അല്ല. തിരുവനന്തപുരമായിരുന്നു ക്രിക്കറ്റ് സ്റ്റേഡിയം. തിരുവനന്തപുരം എന്തുകൊണ്ട് കൊച്ചിയിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചല്ലോ എന്നോട്. അല്ല, തിരുവനന്തപുരത്ത് കൊച്ചിയിലേക്ക് മാറ്റിയ ചോദ്യത്തിന് കാരണം എന്താ അറിയോ? നമ്മുടെ ഓൺ മനോരമ ഒരു വാർത്ത ചെയ്തായിരുന്നു. ഓൺ മനോരമ ഒരു ഇംഗ്ലീഷ് വാർത്ത. ആ വാർത്ത എനിക്ക് AFAൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടി. ആ AFAൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് ഊന്നി പറയാണ് അത് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, അത് കളിക്കാൻ കഴിയില്ല, അത് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, അത് കളിക്കാൻ കഴിയില്ല. ഞാൻ അയച്ചുതരാം നിങ്ങൾക്ക് ആ വാർത്ത എന്താണെന്ന്. അതുകൊണ്ട് അതിന് ശേഷം എന്തെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുകയാണ് അത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആണോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ അപ്രൂവൽ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ആ അപ്രൂവലിനെ കൊടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ ചെറിയ മാധ്യമങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ ഓൺലൈനിലുള്ളതുകൊണ്ട് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്. അവരതെല്ലാം എടുത്തിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താൽ അതനുസരിച്ച് ബുദ്ധിമുട്ടാവും. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നതല്ല. നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ്, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വാർത്താ സമ്മേളനം നിങ്ങൾ ഇംഗ്ലീഷിലേക്കാക്കി അവർക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രതിബദ്ധതയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും എത്തിക്കേണ്ടടത്തൊക്കെ എത്തിക്കുന്നുണ്ട്. ആണ് അത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെയാണ്. അതെ. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പൈസ മുടക്കിയിട്ടില്ല. ഇപ്പം ഞാനാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുടക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇതിനെ വളരെ ആത്മാർത്ഥതയോടുകൂടി സമീപിക്കുന്ന ഒരാളാണ്. ഞാൻ ആത്മാർത്ഥതയോടുകൂടിയാണ് സമീപിച്ചിട്ടുള്ളതും. എൻ്റെ മനസ്സിൽ മെസ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. ഈ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ മാച്ചുകൾ നടക്കണം. ഇൻ്റർനാഷണൽ മാച്ചിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. 17-ാം തീയതിയാണല്ലോ നമ്മളിവിടെ മാച്ച് വെച്ചിരുന്നത്. കേരളത്തിലെ ഒരു ഹോട്ടൽ പോലും ബുക്കല്ലാത്തില്ല. എല്ലാം 100% ഒക്യുപ്പൻസിയാണ്. പ്രധാനപ്പെട്ട കടകളെല്ലാം അവർ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തി. ഏത് രീതിയിലേക്ക് ഇവിടുത്തെ ടൂറിസം വളർന്നതെന്നറിയോ?
അതനുസരിച്ച് കേരളത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം അത് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത സർക്കാർ ഞാൻ നന്ദി പറയുകയാണ്. ഇത് നടന്നോ, ഈ 17-ാം തീയതി നടന്നില്ല എന്നുള്ള എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിന് സപ്പോർട്ട് ചെയ്ത് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിലും ഈ ലെവലിലേക്ക് കൈകാര്യം ചെയ്യുന്നതിലുമാണ് എനിക്ക് സന്തോഷം. കാരണം ഞാൻ ഇതിൽ പതറി പോകുന്നതെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ നടക്കാനും പോകുന്നില്ല.